കാണുന്ന പേരാണ് സുകുമാർ സാർ. ഇപ്പോൾ പണ്ട് സിനിമ കണ്ടിരുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ 6-ാം നമ്പറിലൊക്കെ വെച്ചിരുന്ന അത്രയും ടൈറ്റ് ക്ലോസപ്സ് ഒന്നും ഇപ്പോൾ ആരും വെക്കാറില്ല. ഒരു സിനിമയ്ക്കും അത് ആവശ്യം വരുന്നില്ല ഇപ്പോൾ, കാരണം അങ്ങനെ ആൾക്കാർ കാണേണ്ട കാര്യമില്ല. അറിയില്ലല്ലോ, അധികം ചിരിച്ചൊന്നും കണ്ടിട്ടില്ല. ഭയങ്കര ഗൗരവമാണല്ലോ, ഞാൻ എങ്ങനെ തുടങ്ങുന്നുള്ളത്. അത് എൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. പാല് കുടിക്കുന്ന പോലെയാണ് സുവരൻ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇത് ടോണിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് തല്ലുമാലയിൽ നിന്നൊക്കെ അപേക്ഷിച്ച്. അതിന് വേണ്ടിയുള്ള ട്രാൻസ്ഫോർമേഷൻ ചേട്ടൻ എങ്ങനെ? എന്നോട് ഒരു ദിവസം ഒരു 11 മണിക്ക് വിളിക്കുന്നു, നാളെയാണ് ഷൂട്ട്, പൊന്നാനിയാണ് ലൊക്കേഷൻ, ഇന്ന് പോരണം. അത് ഒരു കാരണത്തേക്ക് ചാടി കയറി വന്ന് ജമ്പ് ചെയ്ത് ഫൈറ്റ് വന്ന സീക്വൻസ് സർപ്രൈസ്ഡായി ഞാൻ. അതിന് ശേഷം ഞാൻ രാഹുലിനോട്, സാർ അസ്കർ മമ്മൂക്കെ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അസ്കറിൻ്റെ തന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സിനിമയൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഇതിനോടോ താൻ ഇത് ചെയ്ത് ചോദിച്ചില്ലേ? ഗുരു, അതിന് ഒരു ഫെമിനിൻ ക്യാരക്ടർ അന്ന് തുടർന്നുണ്ടായിരുന്നു. അത് പക്ഷെ കുറച്ച് കാലം എടുത്തിരുന്നു ദിലീപിന് ആ ക്യാരക്ടറിൻ്റെ ഒരു ചെറിയ മാനേഴ്സൊക്കെ മാറാൻ. നമസ്കാരം, സിനിമാത്തേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേസ് ഡയറി എന്ന പുതിയ സിനിമയാണ് നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം. അപ്പം സിനിമയിലെ കഥാകൃത്തുക്കൾ, സിനിമാറ്റോഗ്രാഫർ പി സുകുമാർ സാർ, മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗോകുലൻ, ഇവരെല്ലാമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം നമസ്കാരം. അപ്പോൾ ആസ് ദ ടൈറ്റിൽ സീസ്, അപ്പോൾ കേസ് ഡയറി, അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പം ഷഹീമിൻ്റെ ആയാലും വിവേകിൻ്റെ ആയാലും ആദ്യ സിനിമയാണ്. അതെ. അപ്പം എന്തുകൊണ്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നിങ്ങൾ തിരഞ്ഞെടുത്തു? ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്റ്റോറി ആവണം, എൻഗേജിങ് ആവുന്ന സ്റ്റോറി ആവണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കുറച്ച് റിസ്ക് ഉണ്ട്, കാരണം ഒരു ക്ലീഷ ആയി പോകുമോ എന്നുള്ളൊരു റിസ്ക് വരില്ലേ അവിടെ? ശരിയാണ്. പക്ഷെ ഞാൻ ഇവയും കൂടി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രഡിക്റ്റബിൾ ആവുന്ന ഒരു ക്ലൈമാക്സ് ആകരുത് എന്ന രീതിയിലുള്ള ഒരു വർക്കൗട്ട് നടന്നത്. അപ്പോൾ മറ്റുള്ള ഒരു ക്രൈം സ്റ്റോറിയിൽ നിന്ന് ഡിഫറെൻ്റ് ആവണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവേകേട്ടനോ? ഇല്ല, ശരിക്കും നമ്മൾ സ്റ്റോറി ഫസ്റ്റ് സുകുമാർ സാറ് ഈ സ്റ്റോറികളെ ഏറ്റെടുത്തു. അപ്പോൾ തന്നെ പകുതി ടെൻഷൻ ഒഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ടെൻഷൻ ഒഴിഞ്ഞു. പിന്നെ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഗോകുലൻ ചേട്ടൻ്റെ ആദ്യത്തെ ഒരു എസ് ഐ കഥാപാത്രമാണെന്ന് എനിക്ക് തോന്നി. അപ്പം അതെങ്ങനെ ഏറ്റെടുത്ത് കഥാപാത്രത്തെ? പോലീസുകാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ സിനിമകളിലല്ലോ. പക്ഷെ അതോറിറ്റി മാറുമ്പോഴത്തേനുള്ള ഒരു കഥാപാത്രത്തിന് വ്യത്യാസം ചിലപ്പം. ആക്ച്വലി ഈ സിനിമയ്ക്ക് എനിക്ക് ഒട്ടും അങ്ങനെ ചിന്തിക്കാനും നേരം കിട്ടിയില്ല. ഞാൻ വേറൊരു പടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ ആ പടം തുടങ്ങാൻ ഒരു 2 ആഴ്ച ഗ്യാപ്പുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പടത്തിൽ നിന്ന് അസോസിയേറ്റിനെ വിളിച്ചിട്ട് പടം കൊണ്ട് പോയി ഇങ്ങനെ എന്താണ് ഇദ്ദേഹമാണ് നായകൻ, സുകുമാരേട്ടനാണ് ഡയറക്റ്റ് ചെയ്യണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് എത്തിക്കപ്പെട്ടോ? അല്ല, വഞ്ചിക്കപ്പെട്ടല്ല. ആ ഷെഡ്യൂൾ ടെമ്പററി ആയിട്ട് ഞാൻ കുറച്ച് ദിവസം ഡയറക്ടർക്ക് സുഖമില്ലാത്തതുകൊണ്ട് നമ്മുടെ ദിലീപ് സാർ. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഗെറ്റപ്പ് വേറെ തരത്തിലിരിക്കുകയാണ്. അപ്പൊ ഞാൻ വേറെ അടുത്ത ആഴ്ച തുടങ്ങാനുള്ള സിനിമയ്ക്ക് വേണ്ടിട്ട് തലയൊക്കെ കുറച്ച് മുടിയൊക്കെ മൊത്തം ഷേവ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പൊ ആ ഗെറ്റപ്പ് ഞാൻ അയച്ചു കൊടുത്ത് ഒരു കുഴപ്പമില്ല വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് കഥ പോലും കേൾക്കുന്നത്. അപ്പൊ എന്നെ ഈ സിനിമയിലേക്ക് ഫസ്റ്റ് അട്രാക്ട് ചെയ്തത് സുകുമാരേട്ടൻ. സീരിയസ്ലി സുകുമാരേട്ടൻ ഞാൻ വർക്ക് ചെയ്യുന്നത്. സുകുമാരേട്ടനെ DOP. ഇല്ല. അപ്പോഴും എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട്, പിന്നെ പേടിയുണ്ട്. നമ്മള് ഇപ്പം ഞാനൊക്കെ സിനിമ കണ്ട് തുടങ്ങുന്ന കാലത്തെ കാണുന്ന പേരാണ് പി സുകുമാർ. അപ്പൊ ഇത് പിന്നെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം എങ്ങനത്തെ ആളാണെന്ന് അറിയില്ലല്ലോ, അധികം ചിരിച്ചൊന്നും കണ്ടിട്ടില്ല. ഞാൻ സത്യം തൊട്ട് പറയാല, ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ദൈവമേ, ഭയങ്കര ഗൗരവമാണല്ലോ, ഞാൻ എങ്ങനെ തുടങ്ങുന്നുള്ളത്. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പോയതാ. അപ്പൊ ആ ഒരു ഇമേജ് ഉണ്ട്, ആ ഒരു പേടിയുണ്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ലൊക്കേഷൻ ചെന്ന് സാറിനെ കണ്ടു. അപ്പോഴും കാര്യമായിട്ട് പറയണമെന്നില്ല. സാറ് ഇരിക്കുന്നുണ്ട്. ഞാൻ സാറെ ഗുഡ് മോർണിംഗ്. ശരിയാണ്. ഫസ്റ്റ് ഷോട്ട് ആദ്യത്തെ ഒരു 3-4 ഷോട്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. കാരണം സുഖമായിട്ട് അധികം ഒന്നും പറഞ്ഞു തരുന്നില്ല. ജസ്റ്റ് വരുന്നു, സീനൊന്ന് പറഞ്ഞു തരുന്നു, റിഹേഴ്സൽ നോക്കുന്നു, ഓക്കെയാണ്. ആക്ടേഴ്സ് നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്താൽ മതി, ബാക്കി ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നോക്കുന്നു, ആക്ഷൻ പറയുന്നു. ഒരു ഉച്ച കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഓക്കെ, അയാൾ വലിയ കുഴപ്പമില്ല. പിന്നെ അതിനുശേഷം നല്ല സൗഹൃദത്തിലാണ്. അപ്പൊ അതാണ് എന്നെ ഈ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്ത ഒരു ഫാക്ടർ. അപ്പൊ ഇതിലെ കഥാപാത്രം മെയിൻ ആയിട്ട് എന്താ? അഷ്കറിന്റെ കൂടെ നിൽക്കുന്ന അങ്ങനെ ഒരു കഥാപാത്രമാണ്. അഷ്കറിന്റെ കൂടെ നിൽക്കുന്ന ഒരു പോലീസുകാരാണ്. ഈ സിനിമയുടെ കഥയിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ വരുന്ന
തെറ്റില്ലാത്തൊരു ക്യാരക്ടർ, പോലീസുകാരൻ്റെ ക്യാരക്ടറാണ്. അഷ്കറിൻ്റെ കൂടെ തന്നെയായിരുന്നു കോമ്പിനേഷൻ. പിന്നെ കൂട്ടേട്ടനുണ്ടായിരുന്നു, സാക്ഷിയുടെ കൂടെയും കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. 2 ആഴ്ച ഷൂട്ടുണ്ടായിരുന്നു. ഈ കഥ ആക്ച്വലി ഒരു 2 പീരീഡ് ആയിട്ടാണ്. നമ്മൾ ആദ്യത്തെ ഒരു കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടാണ് രണ്ടാമത് കുറച്ച് ആൾക്കാരുടെ ലുക്സ് ഒക്കെ മാറ്റിയിട്ട്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിലും ഇപ്പോൾ കറണ്ട് ഇതിലുള്ള സാധനത്തിലാണ് പോകുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ഇതിലുള്ള അവിടുത്തെ അതിലെ എസ് ആയിട്ടാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് പേരൊക്കെയാണ് കൊടുത്തത്. ഒരുപാട് മികച്ച മലയാള സിനിമകളിൽ സാർ ഛായാഗ്രഹനായിട്ട് നിന്നിട്ടുണ്ട്. നിറമായിക്കോട്ടെ, രാപ്പകലായിക്കോട്ടെ, 6-ാം നമ്പറിനായിക്കോട്ടെ, അങ്ങനെ നമുക്ക് എടുത്ത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ലിസ്റ്റുകൾ തീരില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമകളിൽ സാർ ഛായാഗ്രഹനായിട്ടും സംവിധായകനായിട്ടും സാർ നിന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമായിരിക്കും കേസ് ഡയറി? ഞാനിത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. സാർ ഉത്തരം പറഞ്ഞിട്ട് ഞാൻ അത് രണ്ടാമത് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ ആൻസർ പറയുന്നത് അത് ഞാൻ ചോദിക്കാൻ കാരണം സാറിൻ്റെ ഫിലിമോഗ്രഫി നോക്കിയപ്പോൾ അതിൻ്റെ ബ്ലാക്ക് ഡാലിയ എന്ന് പറയുന്ന സിനിമ മാത്രമാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെ ഒരു സിനിമ ഉള്ളതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ അതിൽ നിന്ന് വലിയൊരു ബ്രേക്കിന് ശേഷമാണ് കേസ് ഡയറി എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ സിനിമയിലേക്ക് സാർ വീണ്ടും കമ്മിറ്റ് ആവുന്നത്. അപ്പം അതെന്തുകൊണ്ടായിരിക്കാം? അത് എൻ്റെ ജാതകത്തിലുള്ള പ്രശ്നമായിരിക്കാം, അതെൻ്റെ അല്ല. പക്ഷേ ഇതെന്താ അറിയോ, നിങ്ങൾ ഈ ചോദ്യം കറക്റ്റാണ്, പ്രസക്തിയുള്ളതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇങ്ങനെ വകതിരിവില്ല. ഇന്ന സബ്ജക്റ്റാണ്, അല്ലെ ഇങ്ങനത്തെ തീമാണ്, അല്ലെ അങ്ങനെയൊന്നും. നമ്മൾ നോക്കുന്നത് പ്രോജക്റ്റ് നമ്മൾ കേട്ടിട്ട് നമുക്ക് വയബിളായി തോന്നുകയാണെങ്കിൽ നമ്മുടെ സെൻസിബിലിറ്റിക്ക് ഓക്കെയാണ് തോന്നുന്നത്. പിന്നെ ടീം ആരോടെയൊക്കെ വർക്ക് ചെയ്യുന്നു, ആരൊക്കെ അഭിനയിക്കുന്നു, എല്ലാം എൻ്റെ പ്രൊഡ്യൂസർ അത് നോക്കും. കാരണം പടം തീരണ്ടേ. ഇതിൽ വെച്ചാൽ നല്ല പ്രൊഡ്യൂസറാണ്, സ്ട്രോങ് പ്രൊഡ്യൂസറാണ് രഞ്ജി പ്രൊഡക്ഷൻസ്. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ്. അതുകൊണ്ട് തന്നെ അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് നല്ല കാശും തരുന്നുണ്ടെങ്കിൽ അതും കൂടെ അഡീഷണൽ. ഗൂഗിളേട്ടൻ്റെ ഒരു ഡെബ്യൂ മൂവി എന്ന് പറയുന്നത് ആമേനാണ് അല്ലേ? അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഡെബ്യൂ ഇതില് ആൾക്കാർ പ്രേക്ഷകർ കുറച്ചുകൂടി തിരിച്ചറിയപ്പെട്ടു തുടങ്ങിയത് ആമേൻ പുണ്യാളനൊക്കെയാണ്. അപ്പൊ ആമേനിലെ കഥാപാത്രം എന്ന് പറയുന്നത് അതായത് തെങ്ങിലേറ്റക്കാരനായിട്ടൊരു കഥാപാത്രമായിരുന്നു. അതായത് ഒരു ഗോഡ്ലി ഫിഗർ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ എല്ലാം മുകളിൽ നിന്ന് വീക്ഷിക്കുന്ന ഒരാളെന്നുള്ളൊരു കഥാപാത്രം. അത് ഭയങ്കര നോട്ടബിൾ ആയിരുന്നു, അത് നോട്ടീസബിൾ ആയിരുന്നു ആ ഒരു കഥാപാത്രം. അപ്പം അത്ര ഒരു ചെറിയ വേഷമായിരുന്നെങ്കിൽ കൂടി അത്രയും നോട്ടീസബിൾ ആയിട്ടൊരു കഥാപാത്രം ചേട്ടന് കിട്ടാൻ സാധിച്ചു. അപ്പൊ ആമേനിലേക്കുള്ള വരവ് അത് ഈ പറഞ്ഞ പോലെ എൻ്റെ അസോസിയേറ്റ് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ലിജോ ചേട്ടൻ പടം ഓണാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് വെച്ചിട്ട്. അപ്പോൾ വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ ലിജോ ചേട്ടനെ കണ്ടു പോന്നു. പിന്നെ എനിക്ക് വരുന്നത് ലൊക്കേഷനിലേക്ക് പോരും. ഇന്നവിടെ ലൊക്കേഷനാണെന്ന് പറഞ്ഞാൽ അതിനാണ്. അവിടെ ചെന്നപ്പോഴാണ് തെങ്ങേറ്റക്കാരനാണെന്ന് പറയുന്നത്. ഒരു തോർത്തെടുത്ത് തരുന്നു, തലക്കെട്ടാണ് തോർത്ത് തരുന്നു, ബാക്കി പ്രൊപ്സൊക്കെ തരുന്നു. എന്താ അത് കയറിയോ അത് കയറും എന്ന് പറയുന്നു. ഈ ഡയലോഗ് പറയണേ അവിടെ നിന്ന് ആക്ഷൻ പടം പറയണേ. അപ്പോൾ എനിക്ക് കോമ്പിനേഷൻസ് ഒന്നും ഇല്ല. പകുതി പേരൊക്കെ കയറാന്നല്ലാതെ അവിടെ പോയി ഹോൾഡ് ചെയ്തിരിക്കാന്നുള്ള അത്ര എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ അഭിനയിക്കാനുള്ള കൊതി കൊണ്ട് നെഞ്ചൊക്കെ വരച്ചങ്ങ് കയറി. അപ്പോൾ അവിടെ ഇരുന്നു. അപ്പോൾ ആരുടെ കോമ്പിനേഷൻസ് ഒന്നും ഇല്ല. ജിബ് മുകളിലേക്ക് വരും. അപ്പോൾ അത് പറയുമ്പോൾ ഡയലോഗ് പറഞ്ഞു, ഇത് ആരോടാ പറയണേ, ഒരു ലുക്കും തരും. അപ്പൊ അങ്ങനെ എനിക്ക് അത്ര കിട്ടിയിട്ടുള്ളൂ. എനിക്ക് അത്ര പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് ഭയങ്കര കേന്ദ്ര കഥാപാത്രമാണ്. സിനിമ റിലീസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് അതൊരു ദൈവത്തിന്റെ പരിവേഷമായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്നൊക്കെ. അത് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം അറിഞ്ഞത്. എല്ലാ ഇൻസിഡൻസിനും മുന്നേ അത് കണ്ടിട്ട് അതിന് കമന്റ് പറയുന്ന ഒരാളെന്നുള്ള നിലയിലാണ്, അല്ലെങ്കിൽ ഒരു ദൈവം കാണുന്ന, മുകളിൽ നിന്ന് ആള് കാണുന്ന എന്നുള്ള രീതിയിലാണ് ആ കഥാപാത്രത്തെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നില്ല. കാരണം അന്ന് ഞാൻ തുടക്കക്കാരനല്ലേ. അപ്പൊ പിന്നെ ചിലപ്പം ഡെലിബറേറ്റ് ആയിട്ട് പറയത്തായിരിക്കും. കാരണം അങ്ങനെ പ്രത്യക്ഷ ആർക്കും ഫീൽ ചെയ്യാതെ, അല്ലെങ്കിൽ ചിലപ്പോ ഉന്നയിക്കുമ്പോൾ നമ്മൾക്ക് അറിയാതെ കയറി വന്നാൽ സ്വയം ഒരു ദൈവമായിട്ട് പ്രഖ്യാപിക്കണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ, അങ്ങനെ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് ആ സിനിമയുടെ. അതിനുശേഷമാണ് 1983 കുട്ടൻ എന്ന് പറയുന്ന സപ്തമസരി തസ്രാഹ എന്ന് പറയുന്ന സിനിമയിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടതിന് എഴുത്തുകാരോടാണ്. അതായത് ഇപ്പം നിങ്ങളുടെ ഒരു ഡെബ്യൂ ഫിലിമാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഇതിൽ AK സന്തോഷ് സാറാണ് നിങ്ങൾക്ക് വേണ്ടി സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു ഇങ്ങനെ ഇത്രയും ലെജൻഡായിട്ടുള്ളൊരു? അതെ, നമ്മൾ തുടക്കക്കാരാണ്. അപ്പോൾ സിനിമയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ എല്ലാ പരിപൂർണ്ണം ഉണ്ടാവണം. അപ്പോൾ എക്സ്പീരിയൻസ് ആയ AK സന്തോഷ് ഉണ്ടെങ്കിൽ അത് ഒരു മുതൽക്കൂട്ടായിരിക്കും. അങ്ങനെ ടീം ഇവയും കൂടി എല്ലാം കൂടി ഷെയർ ചെയ്തപ്പോൾ അത് നല്ല രീതിയിൽ ഞങ്ങൾക്കൊരു അഭിമാനം കൂടിയാണ്. ഞങ്ങളുടെ സ്റ്റോറി അവരുടെ സ്റ്റോറി സന്തോഷം എന്ന് പറയുന്നത് എഴുതുമ്പോൾ അത് നമുക്കൊരു അഭിമാനമാണ്. ഞങ്ങൾ ആദ്യമായിട്ട് വർക്ക് ചെയ്തത് സുഖേട്ടനും അതുപോലെ സന്തോഷം എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ അതൊരു അനുഗ്രഹമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു അഷ്കറുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഞാൻ ആദ്യമായിട്ടാണ് അഷ്കറിനോട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിന്നെ പണ്ട് നേരത്തെ കേട്ടിട്ടേ ഉള്ളൂ മമ്മൂക്കാൻ്റെ
പെങ്ങളുടെ മകനാണ്, ആക്ടറാണ്, കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് അഷ്ടോട് വർക്ക് ചെയ്യുന്നത്. നല്ല ഫ്രണ്ട്ലിയാണ്, വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ സമയങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ കുറവുകളും നല്ല കാര്യങ്ങൾ അങ്ങോട്ടും ഷെയർ ചെയ്യായിരുന്നു. അഷ്കർ പറയും ചേട്ടൻ ചെയ്ത് നന്നായിരുന്നു, ഞാനും പറയും നിങ്ങളുടെ പരിപാടി നല്ലായിരുന്നു, പിന്നെ ഇങ്ങനെ ഒന്ന് മാറ്റി ചെയ്താൽ ചെയ്ത് നോക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു ഗിവ് ആൻഡ് ടേക്ക് വർക്കൗട്ട് ആവുന്ന ഒരു സൗഹൃദം ഞങ്ങളുടെ ഇടയിലുണ്ട്. അതിനുശേഷം ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നു, ബെൻസിയുടെ തന്നെ മറ്റൊരു പടത്തിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും വിളിക്കും ഞങ്ങൾ. അപ്പോൾ നല്ല സൗഹൃദമാണ്. ആസ് ആൻ ആക്ടർ വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. സുകുമാർ സാറിന് എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? കാരണം സാറിപ്പം മമ്മൂക്കയുമായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം മമ്മൂക്കയുമായിട്ട് സിമിലാരിറ്റി അഭിനയത്തിലല്ല, കാഴ്ചയിൽ അഭിനയത്തിലാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാഴ്ചയിൽ അത്രയും സിമിലാരിറ്റി ഉള്ള ഒരാളെന്ന നിലയിൽ സുകുമാർ സാറിന് എങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ്? അങ്ങനെ വല്ലതും തോന്നേണ്ട കാര്യമുണ്ടോ? ഇല്ല. അല്ല, ഞാൻ പറയുന്നത് മമ്മൂക്കളോട് നിറയെ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അസ്കറെ കാണുമ്പോൾ നമ്മൾ അസ്കർ ഒരു വേറെ ഇൻഡിവിജ്വലാണ്. മമ്മൂക്കായുമായിട്ട് ഒരു ബന്ധമുണ്ടെന്നും ആ അപ്പിയറൻസ് ഒക്കെ നല്ല സിമിലാരിറ്റി ഉണ്ടെന്നും നമുക്ക് ഇടയ്ക്ക് തോന്നുമ്പോൾ ചില ആംഗിൾസ് ഫ്രെയിംസ് ഒക്കെ വെക്കുമ്പോൾ നല്ല ചായ തോന്നാം ചില ഇതിലൊക്കെ തോന്നും. പക്ഷെ അതൊരു മേജർ ഫാക്ടറായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നില്ല. കാരണം ഒരിക്കലും അസ്കർ മമ്മൂക്കയെ ഇമിറ്റേറ്റ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അസ്കറിന്റെ തന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസിലേ നമ്മൾ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. അസ്കി പറഞ്ഞ പോലെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു നമ്മൾ സെറ്റിലെല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഷൂട്ട് ഭയങ്കര രസമായിരുന്നു. ഭയങ്കര സ്മൂത്തായിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ പാല് കുടിക്കുന്ന പോലെയാണ് സുവരൻ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇത് ടോണിൽ തന്നെ ഭയങ്കര സ്മൂത്തായിട്ട് ഭയങ്കര രസമായിട്ടാണ് സുഖമായിട്ട് പടം വയ്ക്കുകയാണ്. മൊത്തത്തിൽ ക്രൂവും എല്ലാവരും അങ്ങനെ തന്നെയാണ്. സുകുമാർ സാർ, അപ്പം സ്പീഡ് ചെയ്യുന്ന സമയത്ത് ദിലീപേട്ടൻ ചാന്തുപൂട്ടിന് ശേഷം നേരെ സ്പീഡിലേക്കാണ് വന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതിന് ഒരു ഫെമിനിൻ ക്യാരക്ടർ അന്ന് തുടർന്നുണ്ടായിരുന്നെന്നും അത് മാറാനായിട്ട് കുറച്ച് താമസം എടുത്തെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറിന് അത് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അല്ല, ദിലീപിന് ഇപ്പോൾ നാച്ചുറലി ദിലീപല്ല, ഇപ്പോൾ ഒട്ടുമിക്ക ആക്ടേഴ്സും അത് അങ്ങനെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി കുറച്ച് അതിൻ്റെ ഹാങ് ഓവേഴ്സ് നിൽക്കും. കാരണം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനമായതുകൊണ്ട്, എസ്പെഷ്യലി ഒരു മെയിൽ ആർട്ടിസ്റ്റ് ഒരു ഫീമെയിലിൻ്റെ ക്യാരക്ടർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രാൻസിൻ്റെ ഇത് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന സാധനമാണ് അത്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് ദിലീപ് ഞാൻ നിറയെ സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ളതുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ദിലീപിനോ എനിക്കോ വന്ന് ഞങ്ങൾ അപ്പം തന്നെ അത് ഇൻട്രാക്ട് ചെയ്യും, ചൂണ്ടിക്കാണിക്കുകയും അത് കറക്റ്റ് ചെയ്യാനുള്ള സാധനമാണ്. പക്ഷെ ഇത് നാച്ചുറലി ഇപ്പോൾ സ്പീഡ് എന്നുള്ള പടത്തിൽ ആ ക്യാരക്ടറിൽ കയറി കഴിഞ്ഞാൽ 1-2 ദിവസം കഴിയുമ്പോഴേക്കും പിന്നെ ശരിയാവും, മറ്റേ ആ ക്യാരക്ടറിലേക്ക് അഡാപ്റ്റ് ചെയ്യും. അതുകൊണ്ട് അത് വലിയതായിട്ട് ബാധിച്ചില്ല. പക്ഷെ കുറച്ച് കാലം എടുത്തിരുന്നു ദിലീപിന് ആ ക്യാരക്ടറിൻ്റെ ഒരു ചെറിയ മാനേഴ്സ് ഒക്കെ മാറാനായിട്ട്. പിന്നെ ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ് വേറെ ആയിട്ട് കുറേ കാലം ഇതിലൊരു അത്ലറ്റിന്റെ വേഷം അതൊക്കെ. ഇപ്പോൾ ഇതിൽ ഫാൻറ്റം ലിംസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അല്ലോ, കൈയില്ലാത്ത ആൾക്കാർ കൈയുള്ള മാതിരി തോന്നുന്ന പോലെ തന്നെയാണ് ഈ സാധനം. ഇപ്പൊ 7 കൂട്ടം എന്നൊരു സിനിമ എനിക്കറിയാം, ദിലീപ് അങ്ങനെ കൈ കുറച്ച് ഇതായിട്ടുള്ള ക്യാരക്ടർ. അത് കഴിഞ്ഞിട്ട് ദിലീപിന് കുറച്ച് സമയം എടുത്ത് കൈ നോർമലായിട്ട്, കാരണം ഈ കാലത്തോട്ട് വൈകിട്ട് വരെ അത് പ്രാക്ടീസ് ചെയ്ത് വരുന്നല്ലേ. അത് ആക്ടേഴ്സിന് വരുന്ന ഒരു നല്ലതുമാണ്, ഒരു ഡൈലമയാണ് അത്. അപ്പൊ അത് ഉണ്ടാവുന്നല്ലേ. ഇപ്പൊ നിങ്ങൾക്കും പലപ്പോ ഈ ഇൻസ്പെക്ടറേഷൻ അയച്ചേക്കാൻ അത്ര ദിവസം എനിക്ക് അങ്ങനെ ഉണ്ടായത്. ഞാൻ സൗദികളിലൊക്കെന്ന് പറഞ്ഞ സിനിമ, അതിൽ ഞാനിങ്ങനെ കണ്ണടക്കി ചിമ്മുന്ന ഒരു ആ ക്യാരക്ടർ ഇങ്ങനെ കണ്ണിങ്ങടക്കി ചിമ്മുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ തരും സജസ്റ്റ് ചെയ്തിട്ട് അത് ചെയ്തായിരുന്നു. അപ്പൊ നമ്മളൊരു 30 days ഇത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അത് കഴിഞ്ഞാലും ബോഡി ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ കുറച്ച് നാളത് ബോഡി കൊണ്ടു നടക്കും. പിന്നെ നമ്മൾ മനഃപൂർവ്വം അത് മാറ്റണം അല്ലേ, മാറ്റേണ്ടി വരും. അത് ഉണ്ടാവും. അത് ആക്ടേഴ്സ് തന്നെ ആര് ചെയ്താലും അങ്ങനെ ഒരു സംഭവം. എനിക്ക് അതിനോട് ചോദിക്കണം ചേട്ടാ, ഇപ്പം ഒരു കഥാപാത്രത്തെ പറ്റി നമ്മൾ ആദ്യം വായിക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ അതിലേക്ക് ഇഴുകി ചേരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. ചിലർക്ക് ചില മെത്തേഡുകൾ ചിലപ്പോൾ അവരെടുക്കാം, അല്ലെങ്കിൽ ചിലപ്പം മെൻ്റലിയും അവരൊരു അതിനുവേണ്ടി ഒരു എഫേർട്ട് എടുക്കാം, ഫിസിക്കലിയും. ഇപ്പം ചാന്തുകൂടിന് വേണ്ടി ഇപ്പോൾ ദിലീപേട്ടൻ അങ്ങനെ എഫേർട്ട് എടുത്തെന്ന് പറഞ്ഞു. ഇപ്പം ഗോകുലേട്ടന് എത്തരത്തിലുള്ള ഒരു എഫേർട്ടായിരിക്കും എടുക്കുന്നത് അതിന് മാക്സിമം നമ്മൾ ഇൻപുട്ട് കിട്ടാൻ വേണ്ടി? ഇല്ല, അത് ഒരു ക്യാരക്ടർ ഒരു റൈറ്ററിൻ്റെ അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു എൻ്റെ ഡിസൈൻ വരും. അപ്പോൾ അത് ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ചേഞ്ച് വരുത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ ആഡ് ഓൺ ചെയ്യും, അവരുടെ ഇതും കൂടി കൂട്ടി. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് ഞാൻ ഒരു വേറെ സാധനം ഡിസൈൻ ചെയ്യും. അത് നമ്മൾ ഡയറക്ടറുമായിട്ട് സംസാരിക്കും. അപ്പോൾ അവരും ഒന്നിലും ആഡ് ചെയ്യും, അല്ലെങ്കിൽ വേണ്ട സാധനം കട്ട് ചെയ്യും. അത് വെച്ചിട്ട് ഞാൻ വേറെ സാധനം ഷൂട്ട് ചെയ്യും. പെർഫോമൻസ് ആക്ടർ, പക്ഷേ ടോട്ടൽ ടീം വർക്കാണ് എപ്പോഴും ഇതിൻ്റെ ഒരു 3-4 പേര് മിനിമം ഉള്ള
ഒരു സാധനം. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇത് മാറുകയാണ്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ട് നാളെയാണ് ഷൂട്ട് ആക്ഷൻ. ഞാനത് ഈ പറഞ്ഞു കേട്ട കാര്യങ്ങൾ ഇൻഫർമേഷൻസ് വെച്ചിട്ട് പിന്നെ നാളെയാണ് ഞാൻ ആക്ട് ചെയ്യുന്നത്. അപ്പോഴാണ് എൻ്റെ ബോഡിയിലൂടെ ഈ സാധനം വരുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നത് അപ്പോഴാണ്. അപ്പോൾ ഡയറക്ടർ പറയും അളിയ ഇതല്ല വേറെയാണ്, അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടി ചെയ്യും, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യുന്നൊക്കെ പറയാം. അപ്പോൾ ആ ഓരോ ഘട്ടത്തിലും ഇതില്ലേ അങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. അതിൽ തന്നെ ചിലപ്പോൾ ഓരോ സിറ്റുവേഷനിൽ ഈ ക്യാരക്ടർ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ഒരു പക്ഷേ ആക്ടർ കൺസീവ് ചെയ്ത മാതിരി ആയിരിക്കില്ല ഡയറക്ടറും റൈറ്ററും ഒക്കെ കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാന്നുള്ളത് ഒരു എല്ലാവരെയും കൂടി സാധനം കൂട്ടിയിട്ടിട്ടൊരു പരിപാടിയാണ് ഫൈനൽ റിസൾട്ട്. ഇപ്പം സുകുമാർ സാറിനോടാണ്, അതൊക്കെ ഒരു സംവിധായകൻ ചിലപ്പം നമ്മളോടൊരു സീൻ നമുക്ക് വിവരിച്ച് തരുമ്പോൾ അതിൻ്റെ ഒരു ക്രക്സ് മാത്രമായിരിക്കും നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ന സീനാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ആംഗിളുകളും ഷോട്ടുകളും ഒക്കെ ഒരു സിനിമാറ്റോഗ്രാഫറാണ്. അപ്പം ഒരു ആക്ടറിനെ ഏത് രീതിയിൽ ഒപ്പിയെടുക്കണം എന്ന് സിനിമാറ്റോഗ്രാഫർ കോൺഷ്യസ് ആവേണ്ടത്. തീർച്ചയായും. കാരണം ഒന്നാമത് നമ്മൾ ഒരു ആക്ടറെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ആ ആക്ടറിന്റെ മാക്സിമം സ്ട്രെങ്ത് നമ്മൾ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ അതിനുള്ള തരത്തിലുള്ള ആംഗിൾ, പിന്നെ ആ കഥയിലെ ആ ആക്ടറിന്റെ അവസ്ഥ, പല ഫാക്ടേഴ്സ് ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പൊ ഇതൊക്കെ കൂടെ കണക്കിലെടുത്ത് പിന്നെ വരുന്നത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. കാരണം ഇത്രയും സാധനങ്ങൾ നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇതിനെന്താ വേണ്ടതെന്ന് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് വരുന്നതാണ്. ഇടയ്ക്ക് എന്നോട് ആരും ചോദിച്ചു നീ ഒരു സിനിമയിലെ പാറ്റേൺ എങ്ങനെയാ ഫിക്സ് ചെയ്യാം. അത് സത്യത്തിൽ എനിക്കറിയില്ല, കാരണം ഞാനിത് പഠിച്ചിട്ടില്ലല്ലോ, ബൈ പ്രാക്ടീസ് ചെയ്ത ആളാണ്. അതുകൊണ്ട് അതിന്റെ ടെർമിനോളജി ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയാണ് വേണ്ടത് എന്ന് ഞാനൊരു വലുതായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ സോപാനം എന്നൊരു സിനിമ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നപ്പോൾ ജയരാജാണല്ലോ, ജയരാജൻ പറഞ്ഞു ഇങ്ങനെ ഇത് നമ്മൾ കുറച്ച് ഗ്ലാമറസ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ഫുൾ ലൈറ്റപ്പ് ഒക്കെ അതേപോലെ എടുത്തിട്ട് ഒരു ദിവസം ഷൂട്ട് ചെയ്ത് വൈകിട്ടായപ്പോൾ ചെയ്യാൻ പറഞ്ഞു വേണ്ട നമുക്ക് മൂടിയായിട്ട് തന്നെ ചെയ്യാം, കാരണം ഗ്ലാമറസും ഈ കഥയായിട്ട് ചിലപ്പോൾ മാച്ചായില്ലെങ്കിൽ നമ്മൾ അതാ ഞാൻ നേരത്തെ ദിവസം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് തൊട്ട് കംപ്ലീറ്റ് നമ്മൾ മാറ്റി, ലൈറ്റിംഗ് മാറ്റി. അപ്പോൾ ആ കഥയ്ക്ക് ആവശ്യമായ അല്ലെങ്കിൽ ആ ഡയറക്ടറുടെ കോൺസെപ്റ്റിനനുസരിച്ചുമായ നമ്മൾ അഡാപ്റ്റ് ചെയ്യാന്നുള്ള സാധനം. അപ്പോൾ അതാണ് എല്ലാ സിനിമകളിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സിനിമയ്ക്കും ഈ കഥയുടെ ഗതിക്കനുസരിച്ച് ഇപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു കഥയുണ്ടാവും. ഈ ശീലം കൊണ്ട് നമ്മളെപ്പോഴും ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ ഫ്രെയിം വൈസ് ആണ് നമ്മൾ കാണുന്നത്. അത് ഈ ചീട്ട് കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ എപ്പോഴും ചീട്ടായിരിക്കില്ല, അതുപോലെ ഇതൊരു ഗാംബ്ലിംഗ് ആയതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ നമ്മളങ്ങനെ കാണും. അപ്പോൾ അതിൻ്റെ സെൻസിബിലിറ്റിക്ക് ഞാനത് കൺസീവ് ചെയ്യും. പിന്നെ അത് ഡയറക്ടറോ വന്ന് പറയുന്നതല്ല ഞാൻ ചെയ്യുന്നു, ആക്ടറിന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ അഡാപ്റ്റ് ചെയ്യണം. കാരണം അതാണ് ഏറ്റവും ബെസ്റ്റ്. ആരായാലും ആ പ്രോജക്റ്റിൻ്റെ നന്മയ്ക്ക് വേണ്ടി ആരെന്ത് പറഞ്ഞാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ സെൻസിബിലിറ്റിക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. അത് തന്നെയാണ് ആക്ടേഴ്സും ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ ഗോകുൽ പറഞ്ഞ പോലെ ആദ്യം ഗോകുൽ ഇത് ചെയ്യൂ എന്നുകൊണ്ട് ഗോകുലിൻ്റെ സ്റ്റൈലിൽ ആക്ട് ചെയ്യാൻ പറയുമ്പോൾ ഗോകുൽ ചെയ്യുന്നത് നമുക്ക് ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ അവിടെ കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഗോകുലിനും കംഫർട്ടബിൾ ആവും. പിന്നെ അവിടെ ഞാൻ വന്നിട്ട് വല്ല സജഷൻസ് പറഞ്ഞിട്ട് കൺഫ്യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആ ഫ്ലോയിൽ പോയത് ഓക്കെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തെങ്ങിൻ്റെ മുകളിൽ കയറി വന്നത് നിങ്ങൾ പറയുന്നത് ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ്. അത് ഒരു ടെക്നിക്കിൻ്റെ ഭാഗം കൂടിയാണെന്നാണ് ഞാൻ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആറാം തമ്പുരാനിൽ ഒരു ഫ്യൂഡൽ ലോഡ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പം ലാലേട്ടൻ്റെ കഥാപാത്രത്തെ അതിൽ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി സാർ ഇപ്പം ഓരോ ഫ്രെയിമുകൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് സാർ എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യും? ഇതിട്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇതിന് പല ഫാക്ടേഴ്സും. ഒന്ന് ജനങ്ങളുടെ വ്യൂയിങ് ആറ്റ്. ഇപ്പോൾ പണ്ട് സിനിമ കണ്ടിരുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ആറാം തമ്പുരാനിലൊക്കെ വെച്ചിരുന്ന അത്രയും ടൈറ്റ് ക്ലോസപ്സ് ഒന്നും ഇപ്പോൾ ആരും വെക്കാറില്ല. ഒരു സിനിമയ്ക്കും അത് ആവശ്യം വരുന്നില്ല ഇപ്പോൾ, കാരണം അങ്ങനെ ആൾക്കാർ കാണേണ്ട കാര്യമില്ല. അപ്പോൾ അതേപോലെ ഈ എല്ലാ സിനിമകളെയും എല്ലാത്തിനും സാഹിത്യത്തിനെ എല്ലാം എങ്ങനെ സൊസൈറ്റിയുടെ ഇത് ചേഞ്ചസ് അഫക്റ്റ് ചെയ്യുന്നു, അത് സിനിമയിലും നമ്മുടെ ടെക്നിക്സിലും ഒക്കെ മാറ്റം വരും. ഇപ്പോൾ ആക്ടിങ്ങിൽ തന്നെ നോക്കൂ, പണ്ടുണ്ടായിരുന്ന ഒരു ആക്ടിങ് സ്റ്റൈലിൽ നിന്നും ഇപ്പോൾ എത്ര വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ബിഹേവിയറൽ ഇതാണല്ലോ ഇപ്പോൾ കൂടുതൽ പോകുന്നത്. അപ്പോൾ അത് എല്ലാത്തിലും റിഫ്ലക്റ്റ് ചെയ്യും. അതിപ്പോൾ ഡയറക്ഷൻ ആയാലും കഥ എഴുതുന്നായാലും കഥ ചിന്തിക്കുന്ന ആ ത്രെഡിലും ഇവർക്കൊക്കെ മാറ്റം വരും. ഒരു 20 വർഷം മുമ്പാണെങ്കിൽ ഇവർ ഈ കഥ എങ്ങനെ ചിന്തിക്കില്ല, വേറെ രീതിയിലായിരിക്കും ചിന്തിക്കുക. അപ്പോൾ അത് ക്യാമറമാർക്ക് അതിന് ആവശ്യമില്ലേ. ഒരു സിനിമാറ്റോഗ്രാഫറിന് ഫേവറബിൾ ആയിട്ടൊരു ആക്ടർ നിൽക്കണം എന്ന് സാറിന് തോന്നിയിട്ടുണ്ട്? അങ്ങനെയില്ല, നമ്മൾ അവരെ പഠിക്കുക എന്നുള്ള സാധനം. ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ആക്ടറെ മനസ്സിലാക്കി കഴിഞ്ഞാൽ
കുറെ കൂടെ എളുപ്പമാണ്. അത് മൂവ്മെന്റ്സിലാണ് മെയിനായിട്ട് വരും. കാരണം ഇപ്പൊ ഗൂഗിളിനെ എനിക്കറിയാം, അതുകൊണ്ട് ഗൂഗിൾ എണിക്കുന്ന ഒരു ഷോട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് അതിന് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നേരത്തെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ കൂടെ ചെയ്താൽ ചിലപ്പോൾ ചെറുക്കുമായിരുന്നു. അതുകൊണ്ട് ആ ഗൂഗിളിന്റെ ജസ്റ്റ് ആക്ഷൻ എങ്ങനെയായിരിക്കും, എപ്പോഴാണ് ഗൂഗിൾ എണിക്കുക, എല്ലാവർക്കും എന്തായാലും ഒരു ചെറിയ ശീലങ്ങളുണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് സ്മൂത്ത് എളുപ്പമാണ്. ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ്സ് ആന്റിസിപ്പേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ്. അതേപോലെ തന്നെ ഇമോഷൻസ് ആയാലും പിന്നെ അവരുടെ ഫേസിന്റെ ആംഗിൾസ് ആയാലും അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യും. സാർ ഇപ്പം മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. അപ്പം സാർ 2012 ഒരു ബ്രേക്ക് പോലെ എടുത്തിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഞാൻ സിനിമകൾ കുറച്ച് ചെയ്യണ്ടെന്ന് വെച്ചു. അപ്പം അതിനുശേഷം ഇപ്പം 2012 ശേഷം 2020 ശേഷമുള്ള സിനിമകൾക്ക് സിനിമാറ്റിക്കലി ഒക്കെ കുറച്ച് വ്യത്യാസമുള്ളതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എടുക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ടോ? എല്ലാം അതാ ഞാൻ പറഞ്ഞത്, എല്ലാം ഡിഫറെൻ്റ് ആണ്. സിനിമകളുടെ മെയിൻ ഒരു തോട്ട് പ്രോസസ്സ് തന്നെ തുടക്കത്തിൽ തന്നെ മാറുന്നു. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുക ചോദ്യം ഈ ജനങ്ങളോട് ചോദിക്കണം, 2012 2025 തമ്മിൽ എത്ര വ്യത്യാസമായ ആൾക്കാർ. അപ്പോൾ മാത്രമല്ല ഈ ടെക്നോളജിയുടെ ഈ ഓപ്ഷൻസ് ആൾക്കാർക്ക് കൂടിപ്പോയി. ഇപ്പോൾ അവർ കാണുന്ന മുഴുവൻ ഇൻ്റർനാഷണൽ പാൻ ഇന്ത്യൻ അല്ല, പാൻ യൂണിവേഴ്സലായിട്ടാണ് കാണുന്നത്. അപ്പോൾ എക്സ്പോഷർ കാണുമ്പോൾ അവർ കാണുന്നതിന് നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഹോളിവുഡുമായിട്ടാണ്, യൂറോപ്യൻ മൂവീസായിട്ടാണ്, കൊറിയൻ മൂവീസുമായിട്ടാണ്, അങ്ങനെ എല്ലാ ലാംഗ്വേജിലെ മൂവീസുമായിട്ടാണ് നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ശീലം, വ്യൂയിങ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞ നേരത്തെ സാധനം അതൊക്കെ മാറും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. സാർ അന്ന് വരെയുള്ള സിനിമകളിൽ നിന്ന് 2010 അന്ന് വരെയുള്ള സിനിമകളിൽ നിന്ന് വലിയൊരു ബ്രേക്ക് ആയിരുന്നു ബിഗ് ബി എന്ന് പറയുന്ന സിനിമ. ബിഗ് ബി, അമൽ നീരദ് സാറിന്റെ, മമ്മൂക്ക. അതായിരുന്നു ഒരു വിഷ്വൽ ട്രീറ്റ്, അല്ലെങ്കിൽ അത് ഭയങ്കര വ്യത്യാസം കൊണ്ടുവന്നൊരു സിനിമയെന്ന് എല്ലാവരും വാഴ്ത്തിയ ഒരു സിനിമയായിരുന്നു. അപ്പം അതുപോലൊരു വ്യത്യാസം ഇനി മുമ്പോട്ട് കാണാൻ സാർ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ വ്യത്യാസം വരാൻ സാധ്യത? തെറ്റായിട്ട് തിരക്കില്ലെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചു, സിൽക്ക് സ്മിതയെ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്രയും ഇതായിട്ടുള്ള ഒരു ലേഡിയെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സിനിമ, ഒരു ആക്ടറോ ആക്ട്രസ് എന്ന് വെച്ചാൽ ആക്ടർ എന്ന് പറയുന്നത് കോമൺ ആയിട്ടോ, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഒരു ആക്ടർ ചെയ്യുമ്പം അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ ബാക്കി ഡി ഐ ഒക്കെ ചെയ്ത് കളർ ചെയ്ത് മ്യൂസിക് കൊടുത്ത് ആവശ്യമുള്ള ഡ്യൂറേഷൻ വെച്ച് കണ്ട ശേഷമാണ് ഓഡിയൻസിന് അവർ അപ്പീലിംഗ് ആവുന്നത്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന റോ ആണ്. ഇപ്പോൾ ഗൂഗിളിനെ നിങ്ങൾ ഓഡിയൻസ് കണ്ട മാതിരിയല്ല ഞാൻ കാണുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ എനിക്ക് ഇപ്പോൾ നാച്ചുറലി ഒരു ഫ്രണ്ടാണ്, അപ്പോൾ ഒരു ആക്ടറാണ്. ആ ആക്ടറെ എങ്ങനെ മോൾഡ് ചെയ്യണമെന്ന് ഞാൻ നോക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഗൂഗിളിൻ്റെ ഇമോഷൻസ് മുഴുവൻ ഞാൻ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ ക്യാമറ മൊത്തം വിറച്ച് എല്ലാ തമാശയ്ക്കും ഞാൻ ചിരിക്കാൻ തുടങ്ങിയ ക്യാമറ എന്താവും, ഇറക്കോ ഇമോഷൻസിന് ഇതായാലും പ്രശ്നമാണ്. എല്ലാം നമ്മുടെ എൻ്റേതായിട്ടുള്ള ഒരു ക്യാമറമാൻ നിലയ്ക്കുള്ള എൻ്റെ കോൺസെൻട്രേഷനും എൻ്റെ പ്രിസൈസ് എല്ലാ പ്രിസിഷനൊക്കെ വേണം. അപ്പോൾ അത് ബാധിക്കുന്നില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വേണം നിങ്ങൾ നേരത്തെ മുൻവിധിയോട്ടാണ് നിങ്ങൾ എഴുതി തുടങ്ങിയത്. അപ്പം അതിൽ നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആവാനുള്ള കാരണം എന്തുകൊണ്ടായിരിക്കും? ആദ്യ സിനിമയിൽ തന്നെ അവരെ കുറിച്ച് തന്നെ ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അല്ല, ഓൾറെഡി ഞങ്ങൾ സ്റ്റോറി സെറ്റിന് ശേഷം സ്റ്റോറി സെറ്റ് ചെയ്ത പോലെ ക്ലിയർ ആയപ്പോൾ സമയത്ത് സുഖമായിട്ടോട് സംസാരിച്ചപ്പോൾ സാറ് ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതന്നെയായിരുന്നു ഏറ്റവും വലിയ ഈ കേസ് ഡയറി വർക്കൗട്ടായി എന്ന് മനസ്സിലായത്. പിന്നെ ഞാൻ കുഴപ്പക്കാരനാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ? ഇല്ലേ, ഫസ്റ്റ് ഞാനാ കഥ പറയാൻ പോയത് സാറിനോട്. അപ്പോൾ ഞാൻ സാറിൻ്റെ ഫ്ലാറ്റിൽ താഴെ ഇരുന്നിട്ട് സാറിന് സെർച്ച് ചെയ്യായിരുന്നു. അപ്പം സിനിമ അറിയാം, പക്ഷെ കൂടുതൽ നായകൻ പറയല്ലേ. അപ്പോൾ ലിസ്റ്റ് ഇപ്പോൾ ഫുള്ള് സിനിമ. അപ്പം നമുക്ക് കഴിഞ്ഞാൽ വരച്ചു തുടങ്ങി എങ്ങനെ സ്റ്റോറി പറയാം. അപ്പോൾ സാറ് ഫ്ലാറ്റിലെത്തി, സാറ് ഡോർ തുറന്നു. അപ്പോൾ സാർ കഥ പറയട്ടെ വെച്ചു. ആ കഥ പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ സാർ ഓർക്കുന്നുണ്ടാവും, ഞങ്ങൾ സ്റ്റോറി പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ ഇതുപോലെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു സ്റ്റോറി പറയുമ്പോൾ. അപ്പോൾ 1/2 മണിക്കൂറായിട്ട് സുഖമായിട്ട് കണ്ണടച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇഷ്ടമായില്ലേ, തിരിച്ചു പോവാം വിചാരിച്ചു. സ്റ്റോറി അത്ര മോശമായി ഉണ്ടാവും, ഇനി നമുക്ക് പോവാം. ഇനി സാറ് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ സാറ് എനിക്ക് വിളിക്കാൻ എനിക്കൊരു ധൈര്യക്കുറവ്. സാറ് കണ്ണടച്ച് കിടക്കായിരുന്നു. അപ്പോൾ 1/2 മണിക്കൂറായി 3/4 മണിക്കൂറായി. ഇപ്പോൾ എന്താ ചെയ്യണ്ടേ, പോയാലോ വിചാരിച്ചു. അപ്പോൾ സാറ് പെട്ടെന്ന് ആ സീനിൽ എന്താ ചെയ്യണ്ടേ, ആ സ്റ്റോറി മൊത്തം സാറ് ആലോചിക്കായിരുന്നു. അപ്പോഴാണ് ഒന്നുകൂടി നമുക്കൊരു ഇത് തോന്നിയത്. അതെനിക്കുള്ളൊരു ശീലം കേട്ടോ, കണ്ണടഞ്ഞു പോകും. മ്യൂസിക് കേൾക്കുമ്പോഴും കഥ കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് കണ്ണടയ്ക്കുമ്പോഴും.
ഒന്നാമത് ഇവരുടെ മുഖത്തൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോകാൻ സുഖേട്ടന് ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ്. ഞാൻ സുഖേട്ടന് കുറെ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞ് എപ്പോഴും ചിരിക്കാറുണ്ട്. സുഖേട്ടനോട് എങ്ങനെ ഒരു കോമഡി പടം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. ചേട്ടായിസിൽ ആ വേഷവും ഗംഭീര ഒരു വേഷമായിരുന്നു. തുടർന്ന് എന്തുകൊണ്ടാണ് സിനിമകളിൽ സജീവമാണെന്ന് തോന്നുന്നത്? നമുക്ക് കുറച്ച് പേർക്ക് തോന്നിയാൽ പോരല്ലോ, ആൾക്കാർക്ക് തോന്നിയാലല്ലേ വിളിക്കുള്ളൂ അല്ലേ? നമുക്ക് തോന്നിയൊരു കാര്യം തുടർന്ന് അഭിനയിക്കണം താല്പര്യമുണ്ട്. താല്പര്യം അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇപ്പം എന്നോട് ഒരാൾ ചോദിച്ചു അഭിനയിക്കാൻ, ഞാൻ പറഞ്ഞു അഭിനയിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ തുടക്കത്തിലൊന്നും നേരത്തെ ഒന്നും എനിക്ക് അഭിനയിക്കാൻ നിറയെ ഓഫേഴ്സ് വന്ന സമയത്തൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. താല്പര്യമില്ല എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ചമ്മല ഈ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, വേറൊരു കാര്യത്തിലും ഇല്ല. അത് അല്ല, ബേസിക്കലി ചമ്മല കുറഞ്ഞ മനുഷ്യനാണ്. പക്ഷെ ചില കാര്യം ഇങ്ങനെ സാധാരണ ആൾക്ക് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനാണ് ചമ്മല്, സാറ് പിന്നിൽ നിന്നിട്ട്. അതെന്റെ അല്ല, ചിലപ്പോൾ എൻ്റെ പേഴ്സണാലിറ്റിയുടെ പ്രശ്നമായിരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കാം ഇത്. ഇൻഫാക്ട് ഞാൻ അഭിനയിക്കുമ്പോൾ കൈകൊടുന്ന ലെവലൊക്കെ അഭിനയിക്കുമ്പോൾ കമൽ സാറെ ഡയറക്ടർ, ഞാൻ എൻ്റെ ക്യാമറമാൻ തന്നെ, പക്ഷേ എൻ്റെ അസോസിയേറ്റ് വർക്ക് ചെയ്ത് ഞാൻ അഭിനയിച്ചു. ഞാൻ പറയും റിഹേഴ്സൽ വേണ്ട, റിഹേഴ്സൽ ലൈറ്റായിട്ട് ചെയ്യും, എന്നിട്ട് ടേക്കിലാണ് നമ്മൾ മാക്സിമം ഇത് ചെയ്യുക. കാരണം അത് എന്തോ ഒരു എനിക്ക് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുവരെ. സുഖേട്ടന് അഭിനയിക്കാൻ പറ്റും. താങ്ക് യു. ഓക്കെ, അത് വേറെ ഉദ്ദേശത്തിൽ പറഞ്ഞല്ല കേട്ടോ, ഞാൻ അഭിനയിക്കാന്നല്ല പറഞ്ഞു. സിനിമയിലൊക്കെ പറ്റും. എനിക്ക് വിവേകിനോടാണ് ചോദിക്കാൻ. അപ്പം അതിൻ്റെ കഥ നിങ്ങൾ ഫസ്റ്റ് ഒരു ഓൺലൈൻ എഴുതുന്ന സമയത്ത് തന്നെ കഥാപാത്രങ്ങൾ ഇന്ന ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളൊരു പ്രിജുഡൈസ്ഡ് ആയിട്ടായിരുന്നു അതോ? അപ്പോൾ ആരെഴുതിയാലും നമുക്ക് ഉദ്ദേശിക്കുന്നത് മോഹൻലാൽ മമ്മൂട്ടി ആയിരിക്കും. പ്രൊഡ്യൂസറുടെ സൈഡ് നോക്കണമല്ലോ, അവർക്ക് ബഡ്ജറ്റും കാര്യം നോക്കണം, ഫേവറബിൾ ആയിട്ടുള്ള ആളുകൾ നോക്കണം. അങ്ങനെയാണ് ഇപ്പോൾ അഷ്കറിലേക്ക് എത്തുന്നത്. അതെ. അപ്പം നമ്മുടെ ഗോകുലൻ ചേട്ടന് വേണ്ടിയോ? അതുപോലെ പ്രൊഡ്യൂസർ സൈഡ് നോക്കണം. നമ്മൾ എഴുതുമ്പോഴും നല്ല വലിയ ആൾക്കാരെ വെച്ച് എഴുതുള്ളൂ, പക്ഷെ അവരൊരു ബഡ്ജറ്റും പിന്നെ സാറിൻ്റെ ഇതും പിന്നെ എല്ലാ ക്യാരക്ടറിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. സാറ്റിസ്ഫൈഡ് ആണ്. അല്ല, ഇത് ഞാൻ ഒന്ന് ഇടയ്ക്ക് കേട്ട്, ഇത് നമുക്ക് ഇത് ഇപ്പോൾ നിങ്ങൾ ഒരു ഔട്ട്സൈഡറല്ല, പക്ഷെ എന്നാലും ഇതിന്റെ റിയാലിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ ഗൂഗിളിൽ നമ്മൾ വിളിക്കുന്നു, ഗൂഗിൾ ഫ്രീ അല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് വേറെ ആളെ ഓപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ എഴുതുമ്പോൾ ഒരു കുറച്ചൊക്കെ ആൾക്കാരെ നോക്കി നമ്മൾ എഴുതും, പക്ഷെ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ ആ ക്യാരക്ടറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എടുക്കും, അല്ലേ? അതല്ലേ നാച്ചുറൽ. ഇതിപ്പോൾ ആർട്ടിസ്റ്റ് മാത്രമല്ല, ഡയറക്ടേഴ്സിനെ അങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസേഴ്സ് ചൂസ് ചെയ്യുന്ന ഡയറക്ടേഴ്സിന്. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ച മാതിരി നിങ്ങൾ ഇതുവരെ ഇൻവെസ്റ്റിഗേഷൻ സിനിമയൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഇതിനോടോ താൻ ഇത് ചെയ്ത് ചോദിച്ചില്ലേ? അപ്പോൾ അതുപോലെ അല്ല, അപ്പോൾ അതുപോലെ എല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ളൊരു റിയാലിറ്റി നോട്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അത് അക്നോളജ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ അംഗീകരിക്കുന്നു. എന്നാലും അപ്പം നിങ്ങൾ സിനിമയിൽ ഉടനീളം 80 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നതിലുടനീളം നിങ്ങളുണ്ടായിരുന്നെന്ന് എന്നോട് പറഞ്ഞല്ലോ. അപ്പം എന്തായിരുന്നു സിനിമയിൽ ഈ ഷൂട്ടിങ്ങിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? മെയിനായിട്ട് പിറ്റേ ദിവസം എടുക്കുന്ന സീൻസിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ഡയലോഗ്സ് ഒക്കെ വായിച്ച് നോക്കും. പിന്നെ നമുക്ക് ആ ലൊക്കേഷൻ കാണുമ്പോൾ ചിലപ്പോൾ ചില എന്തെങ്കിലും ചേഞ്ചസ് വരുത്തും. സുഖേടം പോലെ നമുക്ക് ഇതിങ്ങനെ ആക്കാൻ പറഞ്ഞാൽ ആ ഒരു തലേ ദിവസമുള്ള ഒരു പ്രിപ്പറേഷൻ, അതാണ് എനിക്കും വിവേകം. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളിരിക്കും. ഞാൻ മാത്രമല്ല, ഡയറക്ടേഴ്സ് എല്ലാവരും ഉണ്ട് ഇരിക്കും. അപ്പോൾ അതിലെ ഓരോ സ്ക്രിപ്റ്റിന്റെ ഡയലോഗ്സും നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാല് അത് ഏറ്റവും നന്നാക്കുക എങ്ങനെയാണ് ഓരോ സീൻസ്. അപ്പോൾ ഞങ്ങളിരുന്ന് ആലോചിക്കും, എന്നിട്ട് ഇത് ഓക്കെയാണോ അങ്ങനെ ക്ലിയർ ആക്കിയിട്ട് ഞങ്ങളുടെ ബെസ്റ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കും. സിനിമയിലൊരു ഫൈറ്റ് സീൻ സുകുമാർ സാറിന് ഫേവർ? അല്ല, ഇതില് ഞാൻ ഇവര് പറഞ്ഞത് ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ, ഒന്ന് ഞാൻ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആണെന്നുള്ള ഒരു സാധനം കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നിറയെ ന്യൂ ഡയറക്ടേഴ്സിന് ഡെബ്യൂ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യും. ഞാൻ അവരോട് പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ റൈറ്റേഴ്സും നിറയെ പേരുടെ കൂടെ വർക്ക് ചെയ്യും. അപ്പം നിങ്ങൾക്ക് കാണുന്ന ആവേശം അത്രത്തോളം ഞാൻ പ്രകടിപ്പിക്കില്ല. കാരണം അവർക്കത് ഫസ്റ്റ് പടം ആയതുകൊണ്ടുള്ള, ഫസ്റ്റ് മൂവി ആയതുകൊണ്ടുള്ള ഏറ്റവും ഭയങ്കര ആവേശമായിരിക്കും. എനിക്ക് പക്ഷെ അത്ര ആവശ്യം തോന്നിയാൽ തന്നെ ഞാൻ അത് പുറത്തു വിട്ടില്ല, അതുകൊണ്ട് അഭിനയിക്കാത്തത്. അല്ല, നാച്ചുറലി ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ ഇപ്പോൾ ഈ ഒരു ഇതിന് അത് നമ്മൾ ട്രെയിൻഡായി പോയതുകൊണ്ട് ഈ റൂമിനകത്ത് വന്നാൽ ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള പോസിബിലിറ്റീസിനെ കുറിച്ച് ഈ വരുന്ന പുതിയ ഒരു
ആ ഡയറക്ടർക്ക് ഉണ്ടാവാതിരിക്കും. പക്ഷെ നമ്മളത് ട്രെയിൻഡാണ്. നമ്മൾ ഇത്രയും സിനിമകളും ഇത്രയും വർഷങ്ങളും വർക്ക് ചെയ്ത് അസിസ്റ്റൻ്റായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ട്രെയിൻഡാണ്. അതുകൊണ്ട് തന്നെ ആ എന്താ പറയുക, ത്രില്ലിൻ്റെ ഒരു സാധനം ചെറുതായിട്ട് കുറവായിരിക്കും. അതുകൊണ്ട് സിനിമയോടുള്ള ത്രില്ല് കുറവല്ല, പക്ഷെ അത് നാച്ചുറലാണ്. അപ്പം ഇവരെ എന്നോട് ചോദിക്കാനുള്ള കാരണം, ഞാൻ ഫസ്റ്റ് തൊട്ടേ ഇൻവോൾവ് ചെയ്യുന്നത്, പിന്നെ ഞാൻ സ്ക്രിപ്റ്റിൽ ഫസ്റ്റ് ബിഗിനിങ് തൊട്ട് തന്നെ ഇൻവോൾവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ എന്താ പറയുക ശൈശവ ടൈം തൊട്ട് തന്നെ കഥയിലുള്ള മാറ്റങ്ങളൊക്കെ അറിഞ്ഞാൽ നമുക്ക് സൗകര്യമാണ്. നമുക്ക് പ്ലാൻ ചെയ്യാനും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഡയറക്ടർ കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ സിനിമയും ഞങ്ങൾ ബിഗിനിങ് തൊട്ടുണ്ടാവും. മാത്രമല്ല ജോഷിയേട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോൾ റൺവേ ഒക്കെ സ്ക്രിപ്റ്റ് സിബിയുദൻ ദിലീപും ഞാനും കൂടിയിട്ട് ഞങ്ങൾ ബോട്ടിൽ 5 ദിവസമൊക്കെ പോയിട്ട് ഇങ്ങനെ ഡിസ്കഷനും. അപ്പോൾ എന്താ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കൊരു തറോനെസ് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ഗോകുലേട്ടോ. ഇപ്പം തല്ലുമാല ഒരു ഒരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു സിനിമയായിരുന്നു. അതായത് അത് വിഷ്വലി ഭയങ്കര ടോപ്പ് നോച്ചായിട്ടുള്ള രീതിയിൽ എടുത്തിരുന്ന ഒരു സിനിമയായിരുന്നു. അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻസ് എങ്ങനെയായിരുന്നു? അല്ല, റഹ്മാന്റെ എല്ലാ സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. റഹ്മാന്റെ ആദ്യ സിനിമയിൽ മുതൽ ഇപ്പോൾ അവസാനത്തെ ജിംഖാനയിൽ വരെ. ജിംഖാനിൽ ചെറിയൊരു ക്യാമിയോ ആയിരുന്നു. അപ്പോൾ എല്ലാ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. റഹ്മാൻ നല്ല സുഹൃത്താണ്. പിന്നെ സുഹൃത്തായത് കൊണ്ടല്ല കാസ്റ്റ് ചെയ്യുന്നത്, എനിക്ക് പറ്റിയ ക്യാരക്ടർ ആയതുകൊണ്ടാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. എല്ലാ ഗ്രൂപ്പിലും വള്ളി പിടിക്കുന്ന ഒരു ഫ്രണ്ടായിട്ടാണ് തല്ലുമാലയിൽ വരുന്നത്. അത് നല്ല സുഹൃത്താണ്. ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ വർക്ക് ചെയ്യാനൊക്കെ രസമാണ്. ഞങ്ങൾ എന്നും കാണുന്നവരാ. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കാണുന്നവരാ, ഇപ്പോഴും കാണുന്നവരാ. പിന്നെ ആ സൗഹൃദം വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഉപയോഗപ്പെട്ടു. അതിൻ്റെ റിസൾട്ട് ഇതിലെ വേഷം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് തല്ലുമാലയിൽ നിന്നൊക്കെ അപേക്ഷിച്ച്. അതിനു വേണ്ടിയുള്ള ട്രാൻസ്ഫോർമേഷൻ ചേട്ടൻ എങ്ങനെയായിരുന്നു? ഇതിനെനിക്ക് അങ്ങനെ സമയം കിട്ടിയില്ലെന്നേ. ലൊക്കേഷനിൽ വരുമ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ. എന്നോട് ഒരു ദിവസം ഒരു 11 മണിക്ക് വിളിക്കുന്നു. നാളെയാണ് ഷൂട്ട്, പൊന്നാനിയാണ് ലൊക്കേഷൻ, ഇന്ന് പോരണം, സുകുമാരേട്ടനാണ് ഈ എപ്പിസോഡ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പ്രൊഡക്ഷൻ വിളിച്ചു. വണ്ടി വന്ന് വൈകുന്നേരം പോയി, രാവിലെ ലൊക്കേഷനിലെത്തി. എന്നിട്ടാണ് സന്തോഷേട്ടൻ എന്നോട് കഥയെല്ലാം പറയണത്. അപ്പൊ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പ്ലാനിങ്ങിലുള്ള പരിപാടിയാണ്. പിന്നെ വേറൊരു ഇതുണ്ട്, ചിലപ്പോൾ ഒരു കഥയെ കുറിച്ചൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് ആക്ച്വലി ഗോകുലാണ് പറയേണ്ടത്, പക്ഷെ ഞാൻ കണ്ട് എക്സ്പീരിയൻസ് അല്ല. ഈ മേക്കപ്പും ചെയ്ത് ആ കോസ്റ്റ്യൂം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു ഫീൽ വരും. ഇപ്പോൾ SI ആണെന്ന് പറഞ്ഞിട്ട് സാധാ മുണ്ടും ഷർട്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഇത് വരും. അതൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ട്രാൻസ്. പിന്നെ നമ്മൾ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എല്ലാം ഹെൽപ്പ് ചെയ്യും. ഇപ്പം സുകുമാർ സാറിന് സിനിമയിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. അത് സത്യമാണോ? ഒന്നല്ല, ഫൈറ്റ് സീൻസൊക്കെ ഈ സിനിമയിൽ നല്ല ആക്ഷൻ സീക്വൻസും നല്ല ഫൈറ്റ്സും. ഇപ്പം മെയിനായിട്ട് ഇവരുണ്ട്, രാഹുലും അസ്കറുമാണ് മേജർ ഫൈറ്റ്സ് ചെയ്തിരിക്കുന്നത്. അതിൽ അസ്കർ കുറച്ച് സോങ്ങിലൊക്കെ കുറച്ച് ആദ്യമൊക്കെ കുറച്ചുണ്ടാകും, പിന്നീട് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ ഫൈറ്റ് സീക്വൻസ്. പക്ഷെ രാഹുൽ സത്യത്തിൽ എന്നെ സർപ്രൈസ് ചെയ്തു. അതിലൊരു ഷോട്ട് ഉണ്ട്, സിനിമ കാണുമ്പോൾ പറയും, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഷോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഡ്യൂപ്പോ ഒരു റോപ്പോ ഒന്നുമില്ലാതെ ഫുള്ളായിട്ട് രാഹുൽ ചെയ്തു. അത് ഒരു കാറിനകത്തേക്ക് ചാടി കയറി വന്ന് ജമ്പ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന സീക്വൻസാണ്. സർപ്രൈസ്ഡായി ഞാൻ. അതിന് ശേഷം ഞാൻ രാഹുലിനെ നേരത്തെ പരിചയം ചോദിച്ചു. രാഹുലിനോട് ഞാൻ ചോദിച്ചു ഇതെങ്ങനെ ചെയ്യാൻ കഴിഞ്ഞതെന്ന് വെച്ചപ്പോഴാണ് രാഹുൽ പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോസാണ്. ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അതിൽ പിന്നെ ഫൈറ്റ്സിൽ മിക്കവാറും രാഹുൽ ചെയ്തൊക്കെ വിത്തൗട്ട് ഡ്യൂപ്സും റോപ്പോ വേറെ ഒന്നുമില്ലാതെ ചെയ്തു. വളരെ നല്ല സ്റ്റൺസ്. അപ്പോൾ ഇപ്പം നേരത്തെ നമ്മൾ പാർക്കോർ ചെയ്യുന്നത് വെച്ചപ്പോൾ കുറച്ച് പാർക്കോറിൻ്റെ കുറേയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അത് നമുക്കൊരു ഭയങ്കര ഒരു എനർജിയാണ്. കാരണം ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഗോകുലം തിരക്കാലത്ത് തല്ലുണ്ടാക്കണ്ടോ? തല്ലുമാലയെന്ന് വന്ന ആൾക്ക് അതിൻ്റെ അതുണ്ട്. സാറിന് എത്തരം സീനുകളാണ് ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ കൂടുതൽ താല്പര്യം? ഇത് ഫൈറ്റ് സീൻസ് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് എന്തും ക്യാപ്ചർ ചെയ്യും. വെറുതെ നടക്കുമ്പോൾ മൊബൈൽ കൊണ്ട് എത്ര ഫോട്ടോ എടുക്കും. അപ്പോൾ ക്യാപ്ചറിങ് എന്നുള്ളൊരു സാധനമേ ഉള്ളൂ. ഇത് ക്യാപ്ചറിങ് മാത്രമല്ല, ഒരു ഫ്രെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ചെയ്യണം. കാരണം അതിനകത്ത് പല സാധനങ്ങൾ ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ലൈറ്റിംഗ് കൊണ്ട് ആർട്ടിസ്റ്റിന്റെ ഫേസ് മോൾഡ് ചെയ്യും, ബാക്ക്ഡ്രോപ്പ് എത്ര വേണം, അങ്ങനെ ഒരു 100 ഫാക്ടേഴ്സ് ഉണ്ടാവും അതിന്. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, അതായത് നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ
അതായത് ആ ഫോട്ടോയിലെ ഭംഗി നമ്മൾ കാണുന്ന ഭംഗിയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലെ ഭംഗിയാണ് ആ ഫോട്ടോയിലുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതാ ഞാൻ ചോദിക്കാൻ ഇപ്പൊ സാറിന് അത്രയും താല്പര്യമുള്ള, അല്ലെങ്കിൽ അല്ല അത് കാരണം നമുക്കിപ്പോൾ ഒരു കഥ, ഒരു സ്ക്രിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര വിവിഡായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവും, എത്ര സിറ്റുവേഷൻസ് ഉണ്ടാവും, ലൊക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനോടൊക്കെ നീതി പോലെ നമുക്ക് ഒന്നിൻ്റെ കൂടുതൽ പ്രീതി കാണിക്കാൻ പറ്റില്ല. അപ്പം ഷഹീം, എന്താണ് ഇനി അടുത്ത സിനിമയിലൊക്കെയുള്ള ഒരു സംവിധായകനാണെന്ന് കേട്ടിരുന്നു. അപ്പോൾ ഇത് ഇൻവെസ്റ്റിഗേറ്റീവ് ഇതാണല്ലോ, അപ്പോൾ അടുത്ത സിനിമയെ കുറിച്ചുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഞാൻ ഇവയും കൂടി നെക്സ്റ്റ് പ്രൊജക്ട് സെറ്റ് ആയിട്ടുണ്ട്. അതിന്റെ വിഷയത്തിൽ പിന്നീട് സംസാരിക്കാം. ഓണായിക്കൊണ്ടിരിക്കുന്നു. കേസ് ഡയറി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് നിങ്ങൾ കേസ് സ്റ്റഡി അടുത്ത ഷോയ്ക്ക് വീണ്ടും കയറാം. എന്തായാലും കുറെ ഇതുപോലെ ക്രൈം സ്റ്റോറീസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പല ഭാഷകളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഓരോ നിമിഷവും നമുക്കൊരു വാട്ട് നെക്സ്റ്റ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമ ഒരു വലിയ വിജയമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.